കാണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടറും പ്രസിദ്ധ വചനപ്രഘോഷകനുമായ ഫാദർ ഡൊമിനിക് വളംനാൽ അച്ഛന് ലഭിച്ച പരിശുദ്ധാത്മാ പ്രേരണയിൽ സ്ഥാപിതമായ ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് എന്ന പുതിയ താപസ സന്യാസ സമൂഹം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള സീറോ മലബാർ സഭയിലെ സൂയൂറിസ് മൊണാസ്ട്രിയായി ഉയർത്തപ്പെട്ടു. മൊണാസ്ട്രിയിലെ പ്രഥമ അംഗങ്ങളായി നവസന്യാസ പരിശീലനം പൂർത്തിയാക്കിയ 7 പേരുടെ ആദ്യ വ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മരിയൻ ധ്യാന കേന്ദ്രത്തിന്റെ ചാപ്പലിൽ ആഘോഷപൂർവ്വം നടന്നു. 2 സുപ്രധാന ചരിത്ര സംഭവങ്ങൾക്കാണ് കാഞ്ഞിരപ്പള്ളി രൂപതയും സീറോ മലബാർ സഭയും സാക്ഷ്യം വഹിക്കുന്നത് എന്നാണ് മുഖ്യ കാർമ്മികനായിരുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഇടയൻ മാർ ജോസ് പുളിക്കൽ പിതാവ് പറഞ്ഞത്. 2022 ജൂൺ 13 പബ്ലിക് അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്ഫുള്ളായി ആരംഭിച്ച ഡോക്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് താപസ സന്യാസ സമൂഹം അതിന്റെ വളർച്ചയുടെ അടുത്ത ഘട്ടമായാണ് മൊണാസ്ട്രി സൂയൂറിസ് ഓഫ് എപ്പാർക്കിക്കൽ റൈറ്റ് എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. ആത്മവിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിനും താപസ ജീവിതം നയിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് സ്ഥാപിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ചാൻസലർ റവറന്റ് ഫാദർ കുര്യൻ താമരശ്ശേരിയുടെ തിരുക്കർമ്മങ്ങളുടെ ആരംഭത്തിൽ ആശ്രമ സ്ഥാപനത്തെ സംബന്ധിച്ച ഡിഗ്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തിരുക്കർമ്മത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് വെള്ളമറ്റമച്ചനും ആശ്രമ സ്ഥാപകനായ ഡൊമിനിക് അച്ഛനും സഹകാർമ്മികരായി. പൗരസ്ത്യ താപസ പാരമ്പര്യത്തിലും കർമ്മലീത്ത ബെനഡിക്ടൻ സംയുക്ത ആധ്യാത്മികതയിലും വേരൂന്നിയാണ് ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് തങ്ങളുടെ നിയമാവലിക്കും ജീവിതക്രമത്തിനും രൂപം നൽകിയിരിക്കുന്നത്. ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് എന്ന തിരുവചനമാണ് ആശ്രമാംഗങ്ങളുടെ ആദർശവാക്യം. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ സുവിശേഷ ഉപദേശങ്ങൾക്ക് പുറമെ സവിശേഷമായ ദൈവവചന പ്രഘോഷണം 4ാമത്തെ വ്രതമായി സ്വീകരിച്ച് സഭയുടെ സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതാന്ത്യം താപസ ജീവിതത്തിലൂടെ ആത്മസമർപ്പണം ചെയ്തവരാണ് ദൈവകൃപയുടെ പുത്രിമാർ. തിരുവചന സന്ദേശത്തിൽ അഭിമന്യ പിതാവ് താപസ സമൂഹം സ്ഥാപിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ ഡൊമിനിക് വളംനാൽ അച്ഛന് ദൈവം കൊടുത്ത വലിയ നിയോഗമാണെന്നും അച്ഛന്റെ വർഷങ്ങളായിട്ടുള്ള താപസ അരൂപിയിൽ നിന്നുള്ള സുവിശേഷ പ്രഘോഷണം അടുത്ത തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണെന്നും അറിയിച്ചു. ഈ കാലയളവിൽ സന്യാസ പരിശീലനത്തിന് നേതൃത്വം നൽകിയ CMC കാഞ്ഞിരപ്പള്ളി അമല പ്രൊവിൻസിന്റെ മുൻ പ്രൊവിൻഷ്യലും സന്യാസ പരിശീലകയുമായ സിസ്റ്റർ ആനി ബെൻസിറ്റയ്ക്ക് അഭിമന്യ പിതാവ് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായി ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ 7 പേരാണ് നവസന്യാസ പരിശീലനത്തിന് ശേഷം പ്രഥമ വ്രതവാഗ്ദാനം നടത്തി ആശ്രമത്തിന്റെ ആദ്യ അംഗങ്ങളായി തീർന്നത്. അനേകം വൈദികരും സമർപ്പിതരും ദൈവജനവും വിശുദ്ധവും ലളിതവുമായ കർമ്മങ്ങൾക്ക് പ്രാർത്ഥനാപൂർവ്വം സാക്ഷ്യം വഹിച്ചു. ഈ സമർപ്പിത സമൂഹത്തിൻ്റെ അംഗങ്ങളായി മാറുന്ന പ്രിയപ്പെട്ട കർത്താവിനാൽ സവിശേഷമായി തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിമാരെ, മക്കളെ, അവരുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഭാഗ്യപ്പെട്ട അനുഗ്രഹീതമായ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ ഗ്രേസ് എന്ന ഒരു താപസ സന്യാസിനി സമൂഹം ഇന്ന് ഇവിടെ ജന്മമെടുക്കുന്നു. ഔദ്യോഗികമായിട്ട് അതിനെ മോണസ്തീരിയം സൂയൂറിസ് എപ്പാർക്കിയാലിസ് എന്ന പേരിൽ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ധന്യമായ അവസരത്തിൽ ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കാനും ഈ പ്രിയ മക്കളോടൊപ്പം ആയിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും നന്ദി പറയാനുമെല്ലാം നമ്മളിവിടെ ഒരുമിച്ച് ആയിരുന്നുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. താപസ സന്യാസ ജീവിതം സഭയുടെ ഹൃദയവും കരുത്തുമാണ്. എക്കാലത്തും പൗരസ്ത്യ ആധ്യാത്മികതയിലും ദൈവശാസ്ത്ര ദർശനത്തിലും സഭാദർശനത്തിലും ഒക്കെ താപസ സന്യാസ ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് തിരുസഭയിൽ പൗരസ്ത്യ പാശ്ചാത്യ സഭകളിലെല്ലാം വിലപ്പെട്ട ഒരു കാര്യമായും അമൂല്യ നിധിയായും തന്നെയാണ് സഭയുടെ ചരിത്രത്തിൽ ഉടനീളം കരുതപ്പെട്ടു വരുന്നത്. സന്യാസ ജീവിതത്തിന്, പ്രത്യേകിച്ചും താപസ സന്യാസ ജീവിതത്തിൻ്റെ നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമാണുള്ളതെന്ന് നമുക്കറിയാം. 3-4 നൂറ്റാണ്ടുകളിൽ ആരംഭിച്ച താപസ ജീവിതം മരുഭൂമിയിലെ അന്തോനിയോസിൻ്റെയും പക്കോമിയോസിൻ്റെയും വിശുദ്ധ ബേസുലിൻ്റെയും
ഈ വലിയ സന്യാസ താപസ പിതാക്കന്മാരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു 4-ാം നൂറ്റാണ്ടിലൊക്കെ ആരംഭം കുറിച്ചതാണ് താപസ സന്യാസ ജീവിതം. ഏകാന്തതയിലേക്ക് നടന്ന് അകന്നുകൊണ്ട്, ദൈവത്തിലേക്ക് നടന്ന് അടുത്തുകൊണ്ട്, സഭയുടെ ഹൃദയത്തിൽ ഇടം നേടിക്കൊണ്ട് ലോകത്തെ മുഴുവനും ചേർത്ത് പിടിക്കാനായിട്ട് സാധിച്ച താപസ ശ്രേഷ്ഠരുടെ പവിത്രമായ ഓർമ്മകളുടെ തുടർച്ചയാണ് ഇന്ന് ഇവിടെ സമർപ്പിതരാകുന്ന പ്രിയപ്പെട്ട ഈ സഹോദരിമാരെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൽ നിന്നും നടന്നകന്നുകൊണ്ട് ദൈവത്തിലേക്ക് നടന്നടുത്തുകൊണ്ട് ലോകത്തെ മുഴുവനും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശരീരമായ തിരുസഭയുടെ ഹൃദയത്തിൽ ജീവിച്ചവരാണ് താപസ സന്യാസിമാർ. അതൊരു വലിയ സത്യമാണ്. ആ സന്യാസ പൈതൃകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് കാലം കടന്നു വന്നപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് വിവിധ സന്യാസ സമൂഹങ്ങൾ രൂപപ്പെട്ടു വന്നത്. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ സിദ്ധികളോടുകൂടി സന്യാസ സമൂഹങ്ങൾ രൂപപ്പെട്ടു വരാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ 2025 ഫെബ്രുവരി 11-ാം തീയതി അതുപോലെ ഒരു സമൂഹം രൂപപ്പെടുവാനായിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ അങ്ങനെ ഒന്നിന് ജന്മമെടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ തീരുമാനമായി. ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ്. അതിനുവേണ്ടി സവിശേഷമായി നിയുക്തനായിരിക്കുന്ന ആ ഒരു സിദ്ധി കൈമാറുന്നതിന്, അതിന് അത്തരത്തിലുള്ള ഒരു ദർശനം സ്വന്തമാക്കുവാൻ ദൈവം നമ്മുടെ ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛനെ നിയോഗിച്ചു എന്നുള്ളതിന് ദൈവത്തിന് നന്ദി പറയാം. ആ ഒരു വലിയ സമർപ്പണത്തിൻ്റെ വഴിയിലേക്ക് ആത്മാവിനാൽ പ്രേരിതരായിട്ട് കടന്നു വന്ന പ്രിയപ്പെട്ട 7 സഹോദരിമാർ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആദ്യ വ്രതം എടുക്കുകയാണ്.